ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താ പതിവ് പോലെ ഇന്ന് മിനി വ്ളോഗല്ല, കാരണം ഇന്ന് നബീൽ വരുന്നുണ്ട്. പോരാത്തതിന് 2 പെർഫ്യൂമും ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡെലിവറി ഉണ്ട്. അപ്പം പെർഫ്യൂമിൻ്റെ റിവ്യൂവും ഇതുമെല്ലാം നമുക്ക് ചെയ്യാണ്ടുണ്ട്. ഇവിടെ ഷാർജയിലോ ദുബൈയിലോ ഉള്ള ആൾക്കാർക്കും അഹമ്മദുൽ മൈരിബിനെ പറ്റി അറിയാത്ത ആരുമില്ല. അഹമ്മദുൽ മൈരിബിൻ്റെ മർജ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് 3 എണ്ണം. അപ്പം അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത് ഞാൻ ഓർഡർ ഡെലിവറി ആയിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. നബീൽ വരുന്നുണ്ട്. 3 റൗണ്ടായി ഞാൻ ഇപ്പോൾ ഇവിടുന്ന് കറങ്ങുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്താ അറിയില്ല, പോലീസ് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ലാസ്റ്റ് കന്തൂരിട്ട് കണ്ടിട്ട് പിടിക്കുമെന്ന് അറിയില്ല, പേടിയില്ലോണ്ടാന്ന് എന്താ അങ്ങോട്ടൊന്നും പോയിന്. അങ്ങനെ കറങ്ങി നേരിപ്പോൾ ഇതാ ജസ്റ്റ് ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വെച്ചിരുന്നതാണ്. ഷോപ്പിൽ നിന്ന് ഭയങ്കര ശബ്ദം, ഭയങ്കര സൗണ്ട്, എന്താക്കേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പം പിന്നെ ഞാൻ എന്താക്കി പുറത്ത് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ പുറത്ത് വന്ന് വെള്ളിയാഴ്ച കൊണ്ട് കന്തൂർ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താക്കുക ബാക്കി ഈ വീഡിയോയിൽ പിന്നെ കാണാം. ഇതാണ് ഗൈസ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇത് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ എന്താക്കുക കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് ബില്ല് വന്നിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി പിന്നെ കാണാൻ നമുക്ക്. അങ്ങനെ പിന്നെയും വിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒന്നാക്കി മെഗാമാളിലേക്ക് ഒന്ന് പോയിട്ടുണ്ട്. അത് പരിപാടിയാണ് മെഗാമാൾ, പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളും കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. എന്താണെന്നൊന്നും അറിയില്ല, എന്നാലും ഒരു 10 സെക്കൻഡായിട്ട് ഞാൻ എടുത്തിന്. സ്കൂൾ പിള്ളേർ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഞാൻ നേരെ വന്നു. നബിയിൽ കുറച്ച് കഴിയുമ്പോൾ വരും തോന്നുന്നു. ഇപ്പോൾ വരുത്തുന്നറിയില്ല. എന്നാണ് വെള്ളിയാഴ്ച കൊണ്ട് നൈറ്റ് ഷിഫ്റ്റ് കുറച്ച് അധികം ഉണ്ട്. 11 മണി വരെ ഉണ്ട് രാത്രി. അത് കഴിഞ്ഞിട്ട് എപ്പാന്ന് അറിയില്ല, എന്താക്കലെന്ന് അറിയില്ല, എന്നാലും നോക്കാം. ഓക്കെ, ഇൻഷാ അല്ലാ. നൈസ്. അങ്ങനെ നബിയിൽ വന്ന് അങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. നമ്മളിതാ റെസ്റ്റോറൻറ്റിലിരിക്കുന്നുണ്ട്. ആ സാധനം ഓപ്പൺ ആക്കി വെക്കാൻ പോകുന്നുണ്ട്. ബിസ്മിയെല്ലാം കൂട്ടിയിട്ടാണ് ഓപ്പൺ ആക്കുന്നത്. സ്പ്രേ എങ്ങനെയാ നോക്കണ്ട, ആദ്യം സ്പ്രേ പഠിച്ചു നോക്കാൻ പറ്റില്ല, എന്നാലും റെസ്റ്റോറൻറ്റിലായതുകൊണ്ട്. ഏത് പാക്കിങ് കാര്യങ്ങൾ മൊറോജ് അങ്ങനെ മർജിൻ്റെ കോപ്പിയാണിത്. ഇത് നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഷീറ്റ് ഓപ്പൺ ആക്കി ജസ്റ്റ്. ഇത് ചായ വന്നു എടുക്കണം. ചായ വന്നു 4K ഇട്ടിട്ടില്ല നീ, അതൊന്ന് സെയിം തന്നെയല്ലേ. ചായ കുടിക്കട്ടെ, വെച്ചിട്ടുണ്ട്. ചായ കുടിക്കല് ചായ മതി. നല്ല കാറ്റുണ്ടടാ. എന്താ ലോക്കൽ വരുന്നുണ്ട്. ഇത്രയും പാക്കറ്റ് പൊളിച്ചാൽ മതി, ബാക്കി നല്ല കാറ്റുണ്ട്. മിക്കവാറും സൗണ്ട് കിട്ടാൻ ചാൻസ് ഇല്ല. ഒച്ചത്ത് പറഞ്ഞു, അത്ര ഒച്ചത്ത് പറയാന്നില്ല. വേണമെങ്കിൽ കുഴപ്പമില്ല, വോയിസ് ഓവർ ചെയ്യാം. എടാ നല്ല പാക്കിംഗ് ഇടാ. സ്പ്രേന്റെ ഇത് അടിച്ചിട്ട് നീ നോക്കി വെക്കും. ഞാൻ ഇപ്പോൾ ചായ കുടിക്കുന്നു, നീ ഒന്ന് നോക്കി വെക്കും ഇതിന്റെ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ട്. സ്മെല്ലെല്ലാം അടിപൊളിയാണോ? ഇതെന്താ പോർട്രേറ്റിലാണോ? ഇത് വരാത്ത ക്ലിയർ ചെയ്യുന്നതാണോ? അത് നോക്കി വെക്കും. എങ്ങനെയുണ്ട്? എവിടെ പോയത്? കൊള്ളാം. പിന്നെ കുറച്ച് കഴിച്ച മതി. കുറച്ച് കഴിയുമ്പോൾ ആന കെട്ടി ആ ചായ ഇതാണ് പ്രധാനം. 10 മണിക്കൂർ ഉണ്ടാവുന്ന നമുക്കറിയില്ല.
യൂസ് ഇല്ലല്ലോ. ഇല്ലെന്ന് മർജി വാങ്ങാനല്ല പൈസ ഇല്ല, അതുകൊണ്ട് എന്താ മർജിന്റെ കോപ്പി വാങ്ങും. മലയാളിയാ ഇപ്പൊ നല്ല അടിപൊളി സെറ്റ് സാധനം വൃത്തിയുള്ളതാണ്. മറ്റേ ഒരു ബ്ലൂ സാധനമില്ലേ, ഒരു നീല സാധനമില്ലേ, ഒരു തലകിടക്കുന്ന സാധനമില്ലേ, അതിന്റെ സ്മെല്ലുണ്ട്. 10 മണിക്കൂർ ലാസ്റ്റിംഗ് ആണ് പറഞ്ഞത്. 10 മണിക്കൂർ ലാസ്റ്റിംഗ്. പൈസ തിരിച്ചു തരാൻ ചെയ്യില്ല, 10 മണിക്കൂറിന് മുകളിൽ കിട്ടുന്ന പറഞ്ഞു. സമ്മറിലും കിട്ടും, സമ്മറിലും വെയിലത്താ. അപ്പൊ ആർക്കറിയാം. മർജി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെയല്ലേ, മറ്റേ നമ്മൾ വേർക്കുന്നതിനനുസരിച്ച് സ്മെല്ല് കൂടി കൂടി വരുന്ന സാധനമാണ്. അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. ഒന്ന് മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ. ഓക്കെ, ബാക്കി എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ ഓക്കെ, ബൈ ഗൈസ്. ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പം ഈ ഓപ്പണിങ് വീഡിയോ മാത്രമേ ഉള്ളൂ. ചായയും കുടിച്ചോടും ഓഫീസിനൊക്കെ കുറച്ച് പണിയുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് പോകും. ആ നോക്കാം. ഇപ്പം ഞാൻ എൻ്റെ സ്പ്രേ എടുത്തിട്ട് പോയി ഗൈസ്. ഇതോൻ്റെ വ്ളോഗാണെങ്കിലും ഞാനാണ് ക്യാമറമാൻ. ഗൈസ് അങ്ങനെ പെർഫ്യൂം എടുത്ത് ഷോപ്പും ക്ലോസ് ആക്കി ഞാൻ ഇതാ പോകുന്നു റൂമിലേക്ക്. പിന്നെയെന്ന് പറയുന്നത് നബീലിനവിടെ ഫുട്ബോളിന് എന്തോ മാച്ച് ആയിട്ടുള്ളതുകൊണ്ട് ഒന്ന് നേരത്തെ പോയി, അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ കിട്ടട്ടെ. എനിക്കാണെങ്കിൽ പണിയുണ്ടായിരുന്നു, അതുകൊണ്ട് അത്ര ടൈം സ്പെൻഡ് ആക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ എന്താക്കണം, ഇങ്ങോട്ട് വരുമോയെന്ന് അറിയില്ല, പോയിട്ട് വന്നൊക്കെ നോക്കാം. ഇല്ലെങ്കിൽ എന്താക്കാം, ബാക്കി കുക്കിംഗ് ബ്ലോഗിലായിട്ട് നോക്കാം. അങ്ങോട്ട് കുക്ക് ചെയ്യാൻ എന്തും കൊണ്ടോ നോക്കിട്ട് പോയിട്ട്